ഹലോ ഗൈസ്, സുഖമോ ദേവി പുത്തൻ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വരാൻ പോകുന്ന എപ്പിസോഡിൽ നമ്മൾ കാണുന്നുണ്ട് നമ്മുടെ അരുന്ധതിയും പ്രഭാവതിയും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടല്. ശേഷം നമ്മുടെ ദേവിക ആ ഒരു പാർട്ടിയിൽ ആദ്യമായിട്ട് പ്രസംഗിക്കുന്നു, ഞാനാണ് സ്ഥാനാർത്ഥിയാകാൻ പോകുന്നത്, എന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് എന്താ പറയാ പ്രസംഗിക്കുന്നു. അപ്പൊ അവിടെ ത്യാഗരാജനും സിദ്ധാർത്ഥനൊക്കെ ഭയങ്കര സന്തോഷത്തിൽ കൈയടിക്കുന്നുണ്ട്. അപ്പൊ ത്യാഗരാജന്റെ ഉള്ളിൽ വേറെ ലക്ഷ്യമാണെന്ന് ആർക്കും അറിയില്ലല്ലോ. എന്തായാലും ത്യാഗരാജൻ അവിടെ ഭയങ്കര ഹാപ്പി ആയിട്ടൊക്കെ അഭിനയിക്കുന്നുണ്ട്. ഇപ്പുറത്ത് നമ്മുടെ പ്രഭാവതിക്ക് മുന്നിൽ നമ്മുടെ അരുന്ധതി കിടന്ന് ഉറഞ്ഞാടുകയാണെന്ന് തന്നെ പറയാട്ടോ. പ്രഭാവതി പറയുന്നുണ്ട്, ആ പഴയ അരുന്ധതി തന്നെയാണല്ലേ എന്നിങ്ങനെ അരുന്ധതിയുടെ അടുത്ത് ചോദിക്കുമ്പോൾ അരുന്ധതി പറയുന്നുണ്ട്, അതെ, എന്തേ, എന്നെ കുഴിച്ചിട്ട സ്ഥലത്തു നിന്നും ഞാൻ ഉയർത്തെഴുന്നേറ്റ് വരുന്നില്ല എന്ന് വിചാരിച്ചോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ നമ്മുടെ അരുന്ധതി. അതിനിടയിൽ നമ്മുടെ ഭാർഗവി വന്ന് സീൻ ഉണ്ടാക്കുന്നുണ്ട്. ഭാർഗവി വന്നിട്ട് നമ്മുടെ അരുന്ധതിയുടെ അടുത്ത് ഭയങ്കര ദേഷ്യപ്പെടുന്നുണ്ട്, നിങ്ങളാണല്ലോ ഈ കുടുംബം തകർത്തതെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറച്ചപ്പാടൊക്കെ ആവുന്നുണ്ട്. അപ്പൊ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? ഇനി പ്രഭാവതി കുറേയും കൂടി ഉരുകാൻ കിടക്കുന്നതേ ഉള്ളൂ. ഇപ്പൊ പ്രഭാവതിക്ക് മനസ്സിലാവും ദേവികേനെ നന്ദനെ മനഃപൂർവ്വം അരുന്ധതി ആ ഒരു കെണിയിൽ പെടുത്തിയതാണെന്ന്, അല്ലെ? അപ്പൊ സ്വന്തം കുടുംബത്തെ രക്ഷിക്കാൻ, സ്വന്തം മകന്റെ ജീവിതം രക്ഷിക്കാൻ വേണ്ടി ഇനി എന്തായിരിക്കും പ്രഭാവതി ചെയ്യാൻ പോകുന്നത്? രണ്ടും കൽപ്പിച്ച് അരുന്ധതിയുമായിട്ട് യുദ്ധത്തിന് ഇറങ്ങുമോ, അല്ലെങ്കിൽ ഒരു സന്ധി സംഭാഷണത്തിന് ഒരുങ്ങുമോ? അല്ലെ, കാത്തിരുന്നതിനെ കാണാട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.